വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചന്ദ്രബോസ് വീണ്ടും ഗോപാലകൃഷ്ണനെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് കഴുത്തിലൊരു മാല വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു കുരുക്ക് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുമ്പോൾ ഡാ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ വിളിക്കുന്നുണ്ട്. അന്നേരം കാക്കിയിട്ട പോലീസുകാരനെ ഡാ എന്ന് വിളിക്കുന്നു, അടിച്ചതിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും കൂടി വരുന്നുണ്ട്. അന്നേരം ഈ ഒരു കാഴ്ച കാണുമ്പോൾ വിഷ്ണുവിന് ശാലിനിക്ക് ആകെ വിഷമാവുന്നുണ്ട്. വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല, കാറിൻ്റെ അടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ശാലിനി ആണെങ്കിൽ ഓടി വന്ന് അമ്മയെന്നും പറഞ്ഞ് കയ്യിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രബോസിനോട് ചോദിക്കുകയാണ്, മിസ്റ്റർ ACP ഇവരാണെങ്കിൽ ഇങ്ങനെ എട്ടുകാഴ്ച പോലെ ഇവരെ വിലങ്ങണിച്ച് നിർത്താനായിട്ട് എന്ത് കുറ്റമാണ് ഇവർ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട്, നസീറിനെ കൊന്ന കുറ്റത്തിന് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ മേലുള്ളത് എന്ന് അത് പറയണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സാഹചര്യ തെളിവുകളുണ്ട്. നസീർ അവസാനമായിട്ട് ഫോൺ വിളിച്ചത് ഇവിടെ നിന്നാണ് എന്ന് പറയുമ്പോൾ അത് നസീറിൻ്റെ അച്ഛൻ്റെ മൊഴിയല്ലേ ചോദിക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ നായ കടിച്ചു കൊണ്ടുവന്ന കൈപ്പത്തിയാണെങ്കിൽ ഇവരുടെ പറമ്പിൽ നിന്നാണ് കിട്ടിയത് എന്നിങ്ങനെ പറയുമ്പോൾ അതിന് കുമാരൻ്റെ മൊഴിയുണ്ടെന്ന് പറയുമ്പോൾ ഈ കുമാരൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനല്ലേ, അല്ലാതെ ഫോറൻസിക് ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ. പിന്നെ ആ ഒരു ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടൊന്നും അല്ലല്ലോ. പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മാഡത്തിന് അച്ഛനെയും അമ്മയെ രക്ഷിക്കേണ്ട ആവശ്യം തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ മേലുദ്യോഗസ്ഥരുടെ ആജ്ഞയും അതേപോലെ ഓർഡർ അതേപോലെ അനുസരിച്ചേ മതിയാവൂ. കർത്തവ്യനിരതനായ ഒരു പോലീസുകാരനാണ് ഞാൻ, എനിക്കത് ചെയ്തേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതങ്ങനെ കൊണ്ടുപോയി കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പൊൻതൂവൽ ഈ ശാലിനി വിഷ്ണുവിൻ്റെ വകയായിട്ട് ACPക്ക് ഞാനങ്ങോട്ട് അണിയിച്ചു തരും, എന്താ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി ആകെ ധൈര്യത്തിൽ സംസാരിക്കുകയാണ്. പക്ഷേ ചന്ദ്രബോസ് പറയുന്നുണ്ട്, സോറി മാഡം ക്ഷമിക്കണം, എനിക്ക് എൻ്റെ മേലുദ്യോഗസ്ഥരെ അനുസരിച്ചേ പറ്റുകയുള്ളൂ, എൻ്റെ ഡ്യൂട്ടി എനിക്ക് ചെയ്തേ പറ്റുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടുപോകും, പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിടോ എന്നിങ്ങനെ മറ്റുള്ള പോലീസുകാരോട് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണനെയും ശാരദാമ്മയും കൂടി വനിതാ പോലീസും മറ്റേ പോലീസ് കോൺസ്റ്റബിളും കൂടി ചേർന്ന് വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. അന്നേരം ശാരിക ഇങ്ങനെ അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ശാലിനി നമ്മളെ അച്ഛനും അമ്മയും കൊണ്ടുപോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. അതിന് മുന്നേ ശാലിനി പറയുന്നുണ്ട്, ലാബ് റിപ്പോർട്ട് വരട്ടെ, എന്നിട്ടല്ലേ നസീർ മരണപ്പെട്ടു എന്ന് പറയാനായിട്ട് സാധിക്കൂ എന്ന് പറയുമ്പോൾ നസീർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, അത് സത്യമായ കാര്യമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എങ്കിൽ കൊന്നത് നിങ്ങളാണ് മിസ്റ്റർ ACP എന്ന് പറയുമ്പോൾ ഞാനോ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ലാതെ പിന്നെ വ്യക്തമായ തെളിവൊന്നും ഇല്ലാതെ നസീർ മരണപ്പെട്ടു എന്ന് കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് കൊന്ന ആൾക്കല്ലേ സാധിക്കുള്ളൂ എന്ന് പറയുമ്പോഴാണ് ചന്ദ്രബോസ് ചിരിച്ചിട്ട് മാഡത്തിന് അച്ഛനെ അമ്മയെ രക്ഷിച്ചേ മതിയാവും, ഇവരെ എന്തായാലും എനിക്ക് ഓർഡർ അനുസരിക്കണം, ഞാൻ കൊണ്ടുപോകുന്നു എന്നും പറഞ്ഞ് ഒരു ജീപ്പിലേക്ക് കയറ്റുന്നത്. തുടർന്ന് വിജയിച്ച ഭാവത്തിൽ ചന്ദ്രബോസ് ആണെങ്കിൽ അപ്പോൾ വരട്ടെ മാഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ കമ്മീഷണറുടെ വണ്ടി വരികയാണ്. ശ്രീരഞ്ജിനിയുടെ വണ്ടി വരുന്നുണ്ട്. അതിൽ നിന്ന് ശ്രീരഞ്ജിനി ഇറങ്ങുമ്പോൾ ചന്ദ്രബോസും ബാക്കിയുള്ള പോലീസുകാരും ഒക്കെ ഇങ്ങനെ സാല്യൂട്ട് അടിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ബോസിന് അപ്പോഴേ കളി കയറുന്നുണ്ട്. അന്നേരം ശ്രീരഞ്ജിനി ആണെങ്കിൽ ആദ്യമേ അങ്ങോട്ട് കളിയാക്കുന്നുണ്ട്. പക്ഷേ ശ്രീരഞ്ജിനി വന്നതോടുകൂടി വിഷ്ണുവിൻ്റെ ശാലിനിയുടെ ഒക്കെ ഭാവം അങ്ങോട്ട് മാറുന്നുണ്ട്. അതുവരെ ആകെ വിഷമിച്ചൊക്കെ കൊണ്ടുപോകുമ്പോൾ വിഷമിച്ചൊക്കെ നിന്നെങ്കിലും പിന്നീട് ശാലിനിയുടെ ഭാവം അങ്ങോട്ട് മാറുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി വന്നിട്ട് പറയുന്നുണ്ട്, എടോ ACP നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ്, കർത്തവ്യനിരതനായ ഒരു പോലീസുകാരാണ്, ഊണും ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, പിന്നെ മിസ്റ്റർ ACP ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ നസീറിൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള കേസ് അന്വേഷണത്തിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞില്ലേ ചോദിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അറസ്റ്റ് നടക്കുമ്പോൾ എന്നെ അറിയിച്ചില്ല എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് IG നേരിട്ടുള്ള ഓർഡർ ആയിരുന്നു മാഡം എന്ന് പറയുമ്പോൾ IG പറഞ്ഞു എന്നെ അറിയിക്കേണ്ടെന്നിങ്ങനെ ശ്രീരഞ്ജിനി ചോദിക്കുക. അന്നേരം അങ്ങനെയല്ല മാഡം എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സാഹചര്യ തെളിവുകളുണ്ട്. നസീർ അവസാനമായിട്ട് പിന്നെ ഫോൺ വിളിച്ചത് ഇവിടെ നിന്നാണ്, പിന്നെ ആ കൈപ്പത്തി കിട്ടിയത് ഇവിടെ നിന്നാണ്, അപ്പോൾ കൊന്നത് ഇവരായിരിക്കും എന്ന് പറയുമ്പോൾ അത് താൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ, കൈപ്പത്തി ഇവിടെ നിന്ന് കിട്ടി എന്നും പറഞ്ഞിട്ട് ചോദിക്കുക. അന്നേരം ആ ഫോറൻസിക് റിപ്പോർട്ട് എന്നിങ്ങനെ പറയുമ്പോൾ റിപ്പോർട്ടൊക്കെ കിട്ടിയിടോ എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറഞ്ഞിട്ട് സബോർഡിനേറ്റിനെ ഇന്നും ആ പേപ്പർ വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ കുറുപ്പ് സാർ ചോദിക്കുന്നുണ്ട്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന്. അന്നേരം പറയാമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, ഇത് പ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ നസീറിൻ്റെ വാപ്പ അബൂബക്കർ ആയിരിക്കില്ല എന്നേ ഉള്ളൂ എന്ന്. ഈ റിപ്പോർട്ട് പ്രകാരം അബൂബക്കറിൻ്റെ DNA ടെസ്റ്റും പിന്നെ
നസീറിൻ്റെ DNA ടെസ്റ്റും തമ്മിൽ ഒരു തരത്തിലും മാച്ച് ആവുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് അന്തം വിടുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണനും ശാരദാമ്മയ്ക്കും അങ്ങ് ആശ്വാസമാവുന്നുണ്ട്. ശാലിനിയും വിഷ്ണുവൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം എന്താ വായിച്ചു നോക്കുമെന്നും പറഞ്ഞ് എൻ്റെ ചന്ദ്രബോസിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ചന്ദ്രബോസ് വായിച്ചിട്ട് ആകെ അന്തം വിടുകയാണ്. എന്നിട്ട് ശ്രീരഞ്ജിനെ തിരിച്ച് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇവരെ റിലീസ് ചെയ്യുമെന്ന് പറയുകയാണ്. എന്നിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ മുഖം കൊടുക്കാൻ നിൽക്കുമ്പോൾ റിലീസ് ഇങ്ങനെ പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് പറയുമ്പോൾ റിലീസ് ചെയ്യണമെന്നിങ്ങനെ ചന്ദ്രബോസ് മറ്റേ പോലീസുകാരോട് പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയും ഗോപാലകൃഷ്ണയും ജീപ്പിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അന്നേരം റിലീസ് ചെയ്യാൻ പറയുമ്പോൾ ചന്ദ്രബോസ് അവരോട് പറയുകയാണ്. അന്നേരം നിക്ക് എന്നിങ്ങനെ ആ കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ട് താക്കോലിന് കൊണ്ടുവരാൻ പറയുകയാണ്. എന്നിട്ട് ആ കീ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ശ്രീരഞ്ജിനി പറയുകയാണ്, എന്നെ അറിയിക്കാതെ ആവേശത്തോടെ വന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നതല്ലേ, അപ്പോൾ അവരെ തുറന്നു വിടുന്ന കലാപരിപാടി താൻ തന്നെ ചെയ്താൽ മതി, വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ അത് കലക്കി എന്നിങ്ങനെ കുറുപ്പ് സാർ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും വിഷ്ണുവൊക്കെ ശാലിനിയൊക്കെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ ആകപ്പെട്ടിരിക്കുകയാണ്. അത് മേഡം എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അത് ചെയ്യാനാകാതെ അന്നേരം തുറന്നു വിടറോ എന്നിങ്ങനെ പറയുമ്പോൾ കഴിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് ഒരു നിവൃത്തിയില്ലാതെ ആദ്യം ഗോപാലകൃഷ്ണൻ്റെ കയ്യിലെ വിലങ്ങഴിക്കുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മയുടെ കയ്യിലെ അത് കീ ഓപ്പൺ ചെയ്യുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, സാറിൻ്റെ ഉരുക്ക് വളയ്ക്ക് അല്പം ആയുസേ ഉള്ളൂ എന്ന് ഇപ്പം മനസ്സിലായില്ലേ, ഭർത്താവ് പൊൻവള വാങ്ങി തന്നില്ലെങ്കിലും ഉരുക്ക് വള വാങ്ങി തരില്ല എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, ആ വിശ്വാസമാണ് ശാരദ ഇവിടം വരെ എത്തിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസ് ആണെങ്കിൽ ആകെ മാനം കെട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ശ്രീരഞ്ജിനിയോട് താങ്ക്സ് പറയുന്നുണ്ട് അച്ഛനെ അമ്മയെ രക്ഷിച്ചതിന്. അന്നേരം സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്, ഇവിടെ ബുദ്ധിമുട്ടിച്ചതിന് ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ ശ്രീരഞ്ജിനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അന്നേരം ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് ശാലിനിയോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കിക്കൊള്ളണം എന്നിങ്ങനെ ചന്ദ്രബോസിനോടൊരു താക്കീതും കൊടുത്തിട്ട് ശ്രീരഞ്ജിനി വന്ന പോലെ തിരിച്ചു പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, മിസ്റ്റർ ACP ഊതിപ്പെരിപ്പിച്ച് കൊണ്ടുവന്നതെല്ലാം ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിയെങ്കിലും അത് പിന്നെ ആലോചിക്കുകയൊന്നും വേണ്ട, അടുത്ത വഴി ആലോചിക്കുമോ, അതും തെളിഞ്ഞു വരും എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസിനൊന്നും പറയാണ്ട് സാധിക്കുന്നില്ല. അന്നേരം വിഷ്ണു വന്ന് അടുത്തേക്കൊന്ന് പറയുകയാണ്, അതെ ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ, സർവീസിൽ നിന്നങ്ങ് രാജിവെക്കുക, പോലീസുകാരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറയുമ്പോൾ എന്നിങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ് ചന്ദ്രബോസ്. അന്നേരം അതെ ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട, അതെ എല്ലാവരും ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയാണ്, എല്ലാവരും വളഞ്ഞിട്ടാൻ ആക്രമിച്ചാലുണ്ടല്ലോ ഒരു കുടുംബം തകർക്കാൻ വന്ന ഒരു കൊടും ഭീകരൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ തനിക്കുള്ളത്, താനാണെങ്കിൽ ആകെ തണുത്ത് നിൽക്കുന്നു, പക്ഷെ എല്ലാവരും കൂടി ഒന്ന് കൈവച്ചാൽ എന്നിങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട, തലയും താഴ്ത്തി പെട്ടെന്ന് സ്ഥലം വിട്ടോ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ കളിയാക്കലും ബാക്കി എല്ലാവരുടെയും നോട്ടമൊക്കെ ആകുമ്പോൾ ചന്ദ്രബോസിന് ആകെ അങ്ങോട്ട് കലി കയറുന്നുണ്ട്. ചന്ദ്രബോസ് ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിട്ട് വാടോ എന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് കയറുമ്പോൾ തൊപ്പി ഊരി കാറിലേക്ക് എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വണ്ടി എടുത്ത് ആ വണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം സോമശേഖരൻ്റെ ജീപ്പും എല്ലാം ഒക്കെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയാണ്. തുടർന്ന് ആകെ വിഷമിക്കുന്ന ശാരദാമ്മയുടെ കൈകളിലേക്ക് ശാലിനിയെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ശാരദാമ്മ അങ്ങ് ശാലിനിയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുന്നുണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശാരിക അങ്ങ് അകത്തേക്കും കയറി പോകുന്നുണ്ട്. തുടർന്ന് ശാലിനിയും ശാരദാമ്മയും ഒക്കെ അകത്തേക്ക് കയറുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ സെറ്റിയിലേക്ക് ഇരിക്കുകയാണ്. ഇനി കുറച്ചു കാലത്തേക്ക് പെട്ടെന്നൊന്നും ചന്ദ്രബോസ് തിരികെ വരില്ല, ഇന്നുണ്ടായ മാനക്കേട് അയാളെ കുറച്ച് ക്ഷീണിതനാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നാലും അയാൾ വരും, നിന്നെയും വിഷ്ണുവിനെയും ഒക്കെ അയാൾക്ക് ശത്രുത കൂടുതലാണ്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അയാളിൽ നിന്ന് നേർക്ക് പൊരുതിയിട്ടുള്ളവരിൽ വിഷ്ണുവേട്ടനെയാണ് അയാൾക്ക് കൂടുതൽ, വിഷ്ണുവേട്ടനാണ് ഒത്തിരിയെങ്കിലും പിടിച്ചു നിന്നിട്ടുള്ളത്. അപ്പോൾ വിഷ്ണുവേട്ടനെ നേരിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് അയാൾക്കറിയാം. അതുകൊണ്ടാണ് വിഷ്ണുവേട്ടൻ്റെ ബന്ധുക്കളെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഓരോ കേസ് ഉണ്ടാക്കുന്നത്, ഒരുതരം മാനസിക വിഭ്രാന്തി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഇനിയെങ്കിലും മനസ്സമാധാനം ഉണ്ടായാൽ മതിയായിരുന്നു, ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങോട്ട് തിരിയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, വേണ്ട ഞാൻ വിരുന്ന് വന്നതൊന്നും അല്ലല്ലോ ചായ കുടിക്കാൻ, ഞാൻ ചായ എടുക്കാം, അമ്മ എവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനി അടുക്കളയിലേക്ക് പോവുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ശാരിക ചായയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കുകയാണ്. അന്നേരം എത്ര നേരമായി, പിന്നെ ദാഹിച്ച് മനുഷ്യൻ്റെ തൊണ്ട വരണ്ടു, പോലീസും വെള്ളമൊക്കെ ഒഴിഞ്ഞിട്ടല്ലേ കുടിക്കാൻ പറ്റുകയുള്ളൂ, എന്തായാലും പോലീസുകാരനോട്ട് വായിട്ട് അലച്ചതല്ലേ, ഇതാ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് ചായ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശാരദാമ്മയും ചെല്ലുകയാണ്. എന്നിട്ട് ശാരദാമ്മ ഇതെനിക്ക് വേണ്ടാന്ന് പറയുകയാണ്. തുടർന്നാണെങ്കിൽ പിന്നെ ശാരദാമ്മ ശാലിനിയുടെ കാര്യം സംസാരിക്കുകയാണ്. സത്യാമ്മ നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായും ചോദിക്കുമ്പോൾ എന്നെ സത്യാമ്മ ഇതുവരെ നേരിട്ട് എന്നോട് ഈ കാര്യം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ
ഇനി അങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? വിഷ്ണുവിനോടും അച്ഛനോടും ഒക്കെ പറഞ്ഞതല്ലേ, അതല്ലേ അച്ഛൻ ഇവിടെ വന്ന് സംസാരിച്ചതും ഒക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ വെറുതെയാണ് അമ്മേ. അങ്ങനെ എത്ര തവണ എന്നെ വന്ന് വിളിച്ചതാണ്, കൊണ്ടുപോയതാണ്. പിന്നെ 1-2 മാസം കഴിയുമ്പോൾ സത്യമ്മയുടെ തനി സ്വഭാവം എടുക്കും. ഇതൊന്നും നേരെയാകില്ല എന്നിങ്ങനെ ശാലിനി പറയുക. അന്നേരം ഈ ശാലിനിയുടെ തിരിച്ചുപോകിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോഴേ ശാരികയ്ക്ക് അങ്ങോട്ട് ദേഷ്യം മുഖമൊക്കെ മാറുന്നുണ്ട്. അന്നേരം പിന്നെ ശാരദാവും പറയുന്നുണ്ട്, എല്ലാവർക്കും അനുകൂലമായൊരു തീരുമാനം നീ എടുക്കണം, അത്രയേ ഉള്ളൂ. ഇനി നിൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശാരിക സംസാരിക്കുകയാണ്. അവളുടെ ജീവിതത്തിന് എന്താ കുഴപ്പം? ഇനി എന്തായാലും ഇനി ഇതിൽ കൂടുതലൊന്നും വരാനില്ല. ഇനി അവൾക്ക് അവളുടെ പൊസിഷൻ, അവളുടെ നിലയ്ക്ക് നിൽക്കാമല്ലോ, അല്ലാതെ വേറെ ഒരു കുഴപ്പം ഉണ്ടായില്ല. അതുപോലെയാണോ എൻ്റെ കാര്യം? ആർക്കും വേണ്ടാതെ എങ്ങും എത്താതെ എന്നിങ്ങനെ പറഞ്ഞ് ശാരിക അങ്ങോട്ട് സങ്കടപ്പെടുകയാണ്. അന്നേരം അമ്മ ഇപ്പോൾ ഇവളുടെ ശാലിനിയുടെ കാര്യത്തിൽ ആലോചിക്കുന്ന വിഷമമൊന്നും എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മക്കൾ എങ്ങനെ വേർതിരിച്ച് കാണാനായിട്ട് അമ്മയ്ക്ക് സാധിക്കില്ല എന്നിങ്ങനെ ശാരദാൻ പറയുകയാണ്. ശാരികേച്ചിയുടെ കാര്യത്തിൽ ശാലിനി പറയുന്നുണ്ട്, രാജീവ് സാർ വരാതെ ഒരു കാര്യവും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. നാട്ടിൽ നിൽക്കുന്ന അമ്മയോടും അമ്മാവനോടും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല. അപ്പോൾ രാജീവ് സാർ വരുന്നവരെ വെയിറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശാരി പറയുകയാണ്, എൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ തീരുമാനം ഉണ്ടാകുമെന്ന് അറിയാം, വേറെ ഒരു വഴിയില്ലല്ലോ, വെയിറ്റ് ചെയ്യല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നും നടക്കില്ല എന്ന് കണ്ടാൽ അവസാനം ഞാനും ഒരു തീരുമാനമെടുക്കും, ആർക്കും ഒരു ഭാരമായിട്ട് ഞാൻ നിൽക്കില്ല, എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ശാരി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് ചേച്ചി ഇങ്ങനെയൊന്നും പറയില്ല, മോളെ ഇങ്ങനെയൊന്നും പറയില്ലെന്നൊക്കെ ശാരദാൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ, അതായത് ശാലിനിക്ക് ഒരു ജീവിതം ഉണ്ടാക്കുന്നതിൽ അസൂയല്ല, പക്ഷെ ആ ഒരു ചെറിയ വിഷമത്തിൻ്റെ പുറത്താണ് ശാരി അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നിട്ട് അത്രയും ദേഷ്യപ്പെട്ടിട്ട് ശാരി അങ്ങ് പോവുകയാണ്. അന്നേരം ശാലിനി ചായ കുടിച്ചുകൊണ്ടിരുന്ന അവിടെ വെച്ചിട്ട് ഈ ചേച്ചി ഇങ്ങനെ, ഇവളെന്താ ഇങ്ങനെയെന്നും പറഞ്ഞ് ശാരദാമ്മയെ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, ഈ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തിനാ ഞങ്ങളെയൊക്കെ സങ്കടപ്പെടുത്തുന്നതെന്ന്. രാജീവ് സാറാണെങ്കിൽ വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല, ചിലപ്പോൾ തിരക്കുകൊണ്ടായിരിക്കാം, പക്ഷേ കോള് കണ്ടാൽ പിന്നീട് സമയം കിട്ടുമ്പോൾ തിരിച്ചു വിളിക്കേണ്ടേ, അതും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാൻ പറയുന്നുണ്ട്, നമുക്കറിഞ്ഞൂടാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ട്, പക്ഷെ അതൊന്നും അറിഞ്ഞുകൂടാത്ത നമ്മൾ എങ്ങനെ സംസാരിക്കുക, അത് അങ്ങനെ നിൽക്കട്ടെ. ഇപ്പം നിൻ്റെ കാര്യത്തിൽ നീ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു വിദ്യാഭ്യാസമൊക്കെ നിനക്കുണ്ട്, നിൻ്റെ ജീവിതമാണ്, മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്ന് നീ തന്നെ ആലോചിച്ച് തീരുമാനം എടുക്കണം. പിന്നെ ശാരദയുടെ മക്കളല്ലേ, എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി ദൈവം കൊടുക്കും എന്ന് പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെയാണെങ്കിൽ സത്യയെ തിരികെ കൊണ്ടുവരുന്നുണ്ട്. രാഘവൻ നായരും പിള്ളയും കൂടിയാണ് കൊണ്ടുവരുന്നത്. അതിനുശേഷം അവരകത്തേക്ക് കയറി സത്യയാണെങ്കിൽ ഇവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം മുഴുവനും കുടിക്കണം എന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ ഇപ്പോൾ വരുമോ മോളെയും ചോദിക്കുമ്പോൾ ഒന്ന് ക്ഷമി അച്ഛാ, ഇപ്പോൾ വരുമെന്ന് പറയുകയാണ്. അന്നേരം എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒന്ന് ക്ഷമിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. സത്യയുടെ സംസാരം ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി. അന്നേരം ഇപ്പോൾ വരും എന്ന് പറയുമ്പോൾ ആരാണ് മോൾക്ക് ചായ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് നേരത്തെ അറിയാം, ശാരദാമ്മ പഠിപ്പിച്ചതാണെന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം മധുരവും കടുപ്പവും ഒക്കെ കൃത്യം എന്നിങ്ങനെ പിള്ളയും പറയുന്നുണ്ട് കുടിച്ചുകൊണ്ട്. ഈ സമയത്ത് വിഷ്ണു എത്തുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ അകത്തേക്ക് വരുമ്പോൾ അച്ഛനും പിള്ളച്ചേട്ടനൊക്കെ എപ്പോൾ എത്തി എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്നെ കൊണ്ടുവന്നതാണ് എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെന്നിരുന്നോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം സ്കൂളിൽ ചെന്നിരുന്നത് ഞങ്ങളല്ല, നിൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ വിഷ്ണു എന്താണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യാമ്മ സ്കൂളിൽ വന്നിരുന്നു, എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിത്തന്നു, ദേ ഈ മാലയും വളയും കമ്മലും ഒക്കെ വാങ്ങിത്തന്നു, പിന്നെ ദേ ഈ ഉടുപ്പും ഒക്കെ വാങ്ങിത്തന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ണൊക്കെ വിടുന്ന വിഷ്ണു വിശ്വസിക്കാൻ പറ്റാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അത് മാത്രമല്ല എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി എനിക്ക് ആവശ്യമുള്ള സാധനം എല്ലാം ഒക്കെ തന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, എന്താ അച്ഛാ ഞാൻ കേൾക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഓർത്ത് ഞാനും എല്ലാവരും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഭാമ വേറെ ഏതോ ഒരു ലോകത്താണ്, അവൾ ഒരുപാട് മാറി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെങ്കിൽ സന്തോഷമാവുന്നുണ്ട്. അത്രയുമാണ് കാണിക്കുന്നത് എപ്പിസോഡിൽ. അപ്പോൾ ഇതിന് ശേഷമാണ് ഇനി അവരെ വീട്ടിലേക്ക് വിളിക്കാനും കൂടി തന്നെയാണ് രാഘവൻ നായർ വരുന്നതും. പിന്നീട് വിഷ്ണുവും ശാലിനിയും സത്യയൊക്കെ ഒരുമിച്ച് പോകുന്ന സീനാണ്. അതിനുശേഷം ഇതിന് കഴിഞ്ഞിട്ടാണ് ഭാമയാണെങ്കിൽ ആ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതൊക്കെ. ഓക്കെ, അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്